ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിക്കാരുടെ സെക്കൻഡ് സെമ്മിൻ്റെ ജനറൽ എക്കണോമിക്സ് എന്ന ആൻസിലറി പേപ്പറിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. മുന്നയ്ക്ക് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, നോട്ട്സുകളുണ്ട്. മലയാളത്തിലാണ്, പെയ്ഡ് നോട്ട്സുകളാണ്. ഹെഡിങ് ഇംഗ്ലീഷിലും നോട്ട്സ് വിശദീകരണം മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ ഞാൻ ഫസ്റ്റ് സെമ്മിൻ്റെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ മിക്കവാറും എല്ലാ വീഡിയോകളിലും എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നു. ആ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പോൾ വിശദവിവരങ്ങൾ തരാം, എങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ബ്ലോക്കാണ്. ഫസ്റ്റ് ബ്ലോക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ എക്കണോമിക്സിലെ ബ്ലോക്ക് രണ്ടിലെ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റാണുള്ളത് കേട്ടോ. രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ പേര് മാക്രോ എക്കണോമിക്സ് എന്നാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിർവചനവും വ്യാപ്തിയും. നമുക്ക് എന്താണ് മാക്രോ എക്കണോമിക്സ്? വലുത് എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കിൻ്റെ ഉത്ഭവം. സാമ്പത്തിക സാഹിത്യം എന്ന രചനയിൽ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള റാഗ്നർ ഫ്രിച്ച് ആണ് ഈ മാക്രോ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രത്യേക മേഖലയായി മാക്രോ എക്കണോമിക്സിനെ വിപുലീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവം മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു ഘടകത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മൊത്തം തൊഴിൽ, മൊത്തം ഉപഭോഗം, മൊത്തത്തിലുള്ള സമ്പാദ്യം, മൊത്തത്തിലുള്ള ഡിമാൻഡ്, പൊതുവില നിലവാരം തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് ഈ മാക്രോ എക്കണോമിക്സിൽ വരിക. മറ്റേത് നമുക്കൊരു വ്യക്തിയുടെ കാര്യം അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിൻ്റാണ് നമ്മൾ ഇതിൽ പഠിക്കുക, മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുക. പണപ്പെരുപ്പം, വില നിലവാരം, സാമ്പത്തിക വളർച്ചാ നിരക്ക്, ദേശീയ വരുമാനം, GDP എന്താ പഠിക്കാണ്ട് കേട്ടോ, അവിടെ പറയാം. അതുപോലെ തൊഴിലില്ലായ്മയിലെ വ്യതിയാനങ്ങൾ, അറ്റകുറച്ചിലുകൾ, ഇതിവൊക്കെ ഇതിൽ വിശകലനം ചെയ്യുന്ന പ്രതിപാദ്യ വിഷയങ്ങളാണ്. മാക്രോ എക്കണോമിക്സിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മളതിൻ്റെ ഡെഫിനിഷൻസിലേക്ക് പോവുകയാണ്. നിർവചനങ്ങൾ: വ്യക്തിഗതവും ഒറ്റപ്പെട്ടതുമായ ഘടകങ്ങളെക്കാൾ മൊത്തം സാമ്പത്തിക കാര്യങ്ങളുടെ പ്രകടനത്തിനും സ്വഭാവത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് മാക്രോ എക്കണോമിക്സ്. അതാണ് അതിന് മൊത്തത്തിലുള്ള ഒരു നിർവചനം. ഇനി ആളുകളുടെ ഡെഫിനിഷൻസ് പറയാം. ആദ്യം JM കൽബ്രട്ട്സൺ പറയുന്ന നിർവചനം എന്താണ്? JM കൽബ്രട്ട്സണിൻ്റെ അഭിപ്രായത്തിൽ വരുമാനം, തൊഴിൽ, വില, പണം എന്നിവയുടെ സിദ്ധാന്തമാണ് മാക്രോ എക്കണോമിക്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഗാർഡനർ ആക്ലിയുടെ അഭിപ്രായത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം, തൊഴിലവസരങ്ങൾ, വിലകൾ, കാലക്രമേണ അവയുടെ മാറ്റങ്ങളുടെ തോത് എന്നിവ നിർണ്ണയിക്കുന്ന ഘടകങ്ങളുടെ ശക്തികളെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ് എന്നാണ് ഗാർഡനർ പറയുന്നത്. ഇനി ഗ്രിഗറി മണിക്ക് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മാക്രോ എക്കണോമിക്സിൻ്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? ഗ്രിഗറി മണിക്കിൻ്റേതാണ്. അദ്ദേഹം ഗ്രന്ഥത്തിൽ മാക്രോ എക്കണോമിക്സിന് കൊടുത്ത നിർവചനം എന്താണെന്ന് വെച്ചാൽ, മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. കുടുംബം, ബിസിനസ്സുകൾ, സർക്കാരുകൾ പോലെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തമ്മിലുള്ള ഇടപെടലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഈ മാക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നിർവചനങ്ങൾ. ഇനി സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് പറഞ്ഞല്ലോ. നമ്മൾ മൊത്തം സമ്പദ് വ്യവസ്ഥയും ഉൾക്കൊള്ളുന്നതാണ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വിശാലമാണ്. സാങ്കേതിക പുരോഗതി, നിക്ഷേപങ്ങൾ, ഉൽപ്പാദനക്ഷമത എന്നിവ ഉൾപ്പെടെ സാമ്പത്തിക വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും പഠന വിധേയമാക്കുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ പഠന വിധേയമാക്കുന്നുണ്ട്. പണപ്പെരുപ്പത്തിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും അതിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ തൊഴിലില്ലായ്മയും മറ്റ് സ്ഥൂല സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ വിശദീകരിക്കുന്നുണ്ട്. ധനനയങ്ങൾ പോലുള്ള സുസ്ഥിര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെൻറ് നയങ്ങളും മാക്രോ എക്കണോമിക്സിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിൻ്റെ വ്യാപ്തിയിൽ വരുന്ന പ്രധാന മേഖലകളാക്കി തിരിച്ചത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാവുന്ന ഒന്ന് സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം എന്നിവയിലെ നിക്ഷേപം പോലെയുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനയാകുന്ന ഘടകങ്ങൾ പഠിക്കുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘടകമായിട്ട് പറയുന്നത് പണപ്പെരുപ്പമാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ.
പണപ്പെരുപ്പത്തിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും ഏതിൽ പഠിക്കുന്നുണ്ട്? മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തത് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ കാരണങ്ങളും അത് പരിഹരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യക്ഷമമായ അല്ലെങ്കിൽ ഫലവത്തായ ശ്രമങ്ങളും ഏതിൽ പഠിക്കുന്നുണ്ട്? മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. നാലാമത്തത് അന്താരാഷ്ട്ര വ്യാപാരമാണ്, ഇൻ്റർനാഷണൽ ട്രേഡ്. വിനിമയ നിരക്കുകൾ, താരിഫുകൾ, വ്യാപാര കരാറുകൾ എന്നിങ്ങനെ അന്തർദേശീയ വ്യാപാരത്തിന് സഹായകമായ ഘടകങ്ങളും ഏത് കൈകാര്യം ചെയ്യുന്നുണ്ട്? മാക്രോ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തത് ധനനയം, ഫിസ്ക്കൽ പോളിസി. മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ചെലവുകളുടെയും നികുതികളുടെയും സ്വാധീനിക്കുന്ന സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ധനനയത്തിൻ്റെ പങ്ക് ഇതിൽ പരിശോധിക്കേണ്ടത് മാക്രോ എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. ആറാമത്തത് മോണിറ്ററി പോളിസിയാണ്, അതായത് ധനനയം. മാക്രോ എക്കണോമിക്സ് പലിശ നിരക്ക്, പണവിതരണവും പോലെയുള്ള സെൻട്രൽ ബാങ്ക് നയങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് ധനനയവും അതിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഏഴാമത്തത് മാക്രോ എക്കണോമിക് മോഡൽസ് ആണ്, മാക്രോ എക്കണോമിക് മോഡലുകൾ. മൊത്തത്തിലുള്ള ചോദന, പ്രധാന മോഡൽ, അതുപോലെ ഫിലിപ്സ് കർവ്, ISLM മോഡൽ എന്നിങ്ങനെ സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവം പഠിക്കാൻ മാക്രോ എക്കണോമിക്സ് വിവിധ മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അതിന് വ്യാപ്തി കൂടും. ഇത്രയാണ് അതിൻ്റെ വ്യാപ്തിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആണ്. മാക്രോ എക്കണോമിക്സിലെ വേരിയബിളുകൾ എന്തൊക്കെയാണ് അതിൽ വിശദീകരിക്കുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും പ്രകടനവും അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന സൂചകങ്ങളെയാണ് എന്ത് പറയുക? മാക്രോ എക്കണോമിക് വേരിയബിളുകൾ എന്ന് പറയാം. ഇപ്പോൾ ഈ വേരിയബിളുകളിൽ GDP പോലെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അളവുകൾ ഉൾപ്പെടുന്നുണ്ട്. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു വർഷത്തെ ആകെ പണമൂല്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കുറേ ആളുകൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നിട്ട് അവരിങ്ങോട്ട് പണം അയക്കുന്നുണ്ടല്ലോ, ആ പണം ഏതിൽ ഉൾപ്പെടുന്നില്ല? GDPയിൽ ഉൾപ്പെടുന്നില്ല. രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് എന്ത് പറയുക? GDP എന്ന് പറയുന്നത്. പക്ഷേ അത് ഉൾപ്പെടുന്നുണ്ട് ഇതിൽ, ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. GDPയിൽ അത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ മറ്റ് പ്രധാന മാക്രോ എക്കണോമിക് വേരിയബിളുകളിൽ പണപ്പെരുപ്പം ഉൾപ്പെടുന്നുണ്ട്. അത് വിലകൾ ഉയരുന്നതിൻ്റെ നിരക്കിനെ അളക്കുന്നത് കൊണ്ട് അത് പണപ്പെരുപ്പം ഇതിൽ ഉൾപ്പെടുന്നു. മറ്റൊരു വേരിയബിളാണ് തൊഴിലില്ലായ്മ. ഇത് ജോലിയില്ലാത്ത തൊഴിൽ ശക്തിയുടെ ശതമാനം അളക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസം അളക്കുന്ന വ്യാപാര സന്തുലിതാവസ്ഥയും ഇതിൽ വരുന്നുണ്ട്, ഇതിൻ്റെ വേരിയബിളുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്, വിവിധ തരം വേരിയബിളുകൾ പറയാം നമ്മൾ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ, ശേഖരങ്ങളും പ്രവാഹങ്ങളുമായിട്ടുള്ള വേരിയബിളുകൾ എന്നാണ് മലയാളം. അപ്പം അങ്ങനെ പറയാൻ ബുദ്ധിമുട്ട്. ഇംഗ്ലീഷ് എക്കണോമിക്സിൻ്റെ പ്രത്യേകത പല വേർഡ്സും നമുക്ക് മലയാളീകരിക്കാൻ പ്രയാസം. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിളുകൾ എഴുതി വെച്ചാൽ മതി. നോക്കാം. ഈ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിളുകൾ എന്ന് പറയുന്നത് രണ്ട് പ്രധാന തരം മാക്രോ എക്കണോമിക് വേരിയബിളുകളാണ്. ഈ വേരിയബിളുകൾ യഥാക്രമം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അളവും നിരക്കും അളക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റോക്ക് അളവിനാണെങ്കിൽ ഫ്ലോ അതിൻ്റെ നിരക്കിനെ അളക്കാനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോക്ക് വേരിയബിളുകൾ ഒരു നിശ്ചിത സമയത്തിൽ അളക്കുകയും ആ ഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാമ്പത്തിക വേരിയബിളിൻ്റെ അളവ് പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നതാണ്. ഏത്? സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് വേരിയബിളുകളുടെ ഉദാഹരണങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന പണത്തിൻ്റെ അളവ് വരും. ഒരു കമ്പനി നിർമ്മിക്കുന്ന കാറുകളുടെ എണ്ണം അതിൽ ഉൾപ്പെടും. ഒരു രാജ്യത്തിൻ്റെ കരുതൽ ശേഖരത്തിലുള്ള സ്വർണത്തിൻ്റെ അളവ്, ഒരു നഗരത്തിലെ വീടുകളുടെ എണ്ണം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് സ്റ്റോക്ക് വേരിയബിളുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ സ്റ്റോക്ക് വേരിയബിളുകൾ സാധാരണയായി ഒരു നിശ്ചിത സമയത്താണ് അളക്കുക. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഒന്നുകിൽ അതിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഒരു പാദത്തിൽ പറയുമ്പോൾ ക്വാർട്ടർ പറയില്ലേ, കാൽഭാഗം ആകുമ്പോൾ കേട്ടോ, അതിനാണ് പാദത്തിൽ പറയുക. ഇങ്ങനെയൊക്കെയാണ് അളക്കുക? സ്റ്റോക്ക് വേരിയബിളുകൾ അളക്കുക. എന്നാൽ ഫ്ലോ വേരിയബിളുകളോ അതൊരു നിശ്ചിത കാലയളവിൽ അളക്കുകയും ഒരു പ്രത്യേക സാമ്പത്തിക വേരിയബിൾ മാറിക്കൊണ്ടിരിക്കുന്ന നിരക്കിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നതാണ് ഫ്ലോ വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഫ്ലോ വേരിയബിളുകളുടെ ഉദാഹരണങ്ങളിൽ വരുമാനം വരും, ചെലവ്, നിക്ഷേപം, ഇതൊക്കെ ഉൾപ്പെടും. ഈ ഫ്ലോ വേരിയബിളുകൾ സാധാരണയായി ഒരു മാസം, ഒരു പാദം അല്ലെങ്കിൽ ഒരു വർഷം പോലെയുള്ള ഒരു നിശ്ചിത കാലയളവിലാണ് അളക്കുക. അപ്പോൾ ശമ്പളമൊക്കെ ആണെങ്കിൽ നമ്മൾ മാസത്തിലല്ലേ പറയുക. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കൊല്ലത്തിൽ എനിക്കിത്ര അല്ലേ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആ രീതിക്ക് അളക്കുന്നതാണ് എന്ത്? ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. മാക്രോ എക്കണോമിക്സിലെ സാമ്പത്തിക പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യാൻ സ്റ്റോക്ക് വേരിയബിളുകളും ഫ്ലോ വേരിയബിളുകളും ഒരുമിച്ചും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ഒഴുക്ക് നിർണ്ണയിക്കാൻ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സ്റ്റോക്ക് ഉപയോഗിക്കാം.
അതുപോലെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൂലധന വസ്തുക്കളുടെ സ്റ്റോക്ക് ഒരു സമ്പദ് വ്യവസ്ഥയിലെ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് നിർണ്ണയിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ സ്റ്റോക്ക് വേരിയബിളുകളും ഫ്ലോ വേരിയബിളുകളും തമ്മിലുള്ള ഈ വ്യത്യാസം മാക്രോ എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കാലക്രമേണ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സാമ്പത്തിക വിദഗ്ധരെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സ്റ്റോക്കിലെ മാറ്റങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ സമ്പദ് വ്യവസ്ഥയിലൂടെ ഉള്ള പണത്തിൻ്റെ ഒഴുക്ക് വിശകലനം ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ കാലക്രമേണ നിക്ഷേപത്തിൻ്റെ ഒഴുക്കും വിശകലനം ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അടുത്തൊരു വേരിയബിളാണ് എക്സോജനസ് ആൻഡ് എൻഡോജനസ് വേരിയബിളുകൾ. എക്സോജനസും എൻഡോജനസും. മാക്രോ എക്കണോമിക്സിൽ എക്സോജനസ് എൻഡോജനസ് വേരിയബിളുകൾ സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന സാമ്പത്തിക വേരിയബിളുകളാണ്. ഇപ്പോൾ എക്സോജനസ് വേരിയബിളുകൾ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ബാഹ്യഘടകങ്ങളാണ്. പക്ഷെ അത് നേരിട്ട് സ്വാധീനിക്കില്ല സമ്പദ് വ്യവസ്ഥയെ. ഗവൺമെൻറ് നയങ്ങളിലെ മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എന്നിവ എക്സോജനസ് വേരിയബിളുകളുടെ ഉദാഹരണങ്ങളാണ്. ഈ വേരിയബിളുകൾ പലപ്പോഴും അതായത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ അവയ്ക്ക് കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ സമയത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ബാധിക്കും. ഏത് രാജ്യത്താണോ ഉണ്ടായ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെയുള്ള വേരിയബിളാണ് എക്സോജനസ് വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ആന്തരിക ഘടകങ്ങളാണ് എൻഡോജനസ് വേരിയബിളുകൾ. ഉപഭോഗം, നിക്ഷേപം, ഉൽപ്പാദനം, വിലകൾ, കൂലി, പലിശ നിരക്കുകൾ എന്നിവ എൻഡോജനസ് വേരിയബിളുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, നേരിട്ട് ബാധിക്കുന്നതാണ്. ഈ വേരിയബിളുകൾ മറ്റ് സാമ്പത്തിക ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. ഇത് സാമ്പത്തിക മാതൃകകൾ ഉപയോഗിച്ച് നമുക്ക് പ്രവചിക്കാനും കഴിയും. എക്സോജനസ് എൻഡോജനസ് വേരിയബിളുകൾ തമ്മിലുള്ള വ്യത്യാസം മാക്രോ എക്കണോമിക്സിൽ വളരെ പ്രധാനമാണ്. ഇതുപോലെ തന്നെ ഫ്ലോ ആൻഡ് സ്റ്റോക്ക് വേരിയബിൾ പോലെ തന്നെ. കാരണം ഈ എക്സോജനസ് എൻഡോജനസ് വേരിയബിളുകൾ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വ്യത്യസ്ത ഘടകങ്ങൾ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാമ്പത്തിക വിദഗ്ധരെ സഹായിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും ബാധിക്കുന്ന ഒന്നാണ് എക്സോജനസ് എൻഡോജനസ് വേരിയബിളുകൾ. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. ആശ്രിത വേരിയബിളുകളും സ്വതന്ത്ര വേരിയബിളുകളും എന്ന് പറയും കേട്ടോ. ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആശ്രിത വേരിയബിളും സ്വതന്ത്ര വേരിയബിളിനും സ്ഥിതിവിവര വിശകലനത്തിൽ അവയുടെ നിർവചനങ്ങൾക്ക് ഒരേ അർത്ഥങ്ങളാണ് ശരിക്കുള്ളത്. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആശ്രിത വേരിയബിളുകൾ എന്നത് പഠിക്കുന്നതോ അല്ലെങ്കിൽ അളക്കുന്നതോ ആയ സാമ്പത്തിക ഫലമോ വേരിയബിളോ ആണ്. ഇത് സ്വതന്ത്ര വേരിയബിൾ പോലെയുള്ള പഠനത്തിലെ മറ്റ് വേരിയബിളുകളിലെ മാറ്റങ്ങളാൽ ബാധിക്കുന്ന വേരിയബിളാണ്. ഉദാഹരണത്തിന് ഉപഭോക്തൃ ചെലവിൽ പലിശ നിരക്കുകളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഉപഭോക്തൃ ചെലവ് ഒരു ആശ്രിത വേരിയബിളാണ്. ആശ്രിത വേരിയബിളിൽ അതിൻ്റെ സ്വാധീനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഠനത്തിൽ കൃത്രിമം കാണിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന വേരിയബിളാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ സ്വതന്ത്ര വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശ്രിത വേരിയബിളിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ അനുമാനിക്കപ്പെടുന്ന വേരിയബിളാണ് സ്വതന്ത്ര വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സർക്കുലർ ഫ്ലോ ആണ്. അതിന് തന്നെ 2 സെക്ടേഴ്സ് എന്നും പറയും കേട്ടോ. ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ 2 മേഖലകൾ എന്നാണ്. സർക്കുലർ ഫ്ലോ ഓർ 2 സെക്ടേഴ്സ്. വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം മറ്റൊരു പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക് ആശയമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലൂടെ പണം എങ്ങനെ ഒഴുകുന്നു എന്ന് കാണിക്കുന്ന ലളിതമായൊരു മാതൃകയാണ് സർക്കുലർ ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാതൃകയിൽ 2 മേഖലകളുണ്ട്. അതുകൊണ്ടാണ് 2 സെക്ടേഴ്സ് എന്ന് അതിന് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ഗാർഹിക മേഖലയാണ്, മറ്റൊന്ന് ഉൽപ്പാദന മേഖലയാണ്. ഉൽപ്പാദന മേഖല, ഗാർഹിക മേഖല. ഇപ്പോൾ ഗാർഹിക മേഖല ഉൽപ്പാദന മേഖലകൾ തൊഴിലാളികളെ വിതരണം ചെയ്യുകയും പ്രതിഫലമായി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പനികൾ വിപണിയിൽ വിൽക്കുന്ന ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗാർഹിക മേഖല നൽകുന്ന തൊഴിലാളികൾ മറ്റു ഇൻപുട്ടുകൾ ഉപയോഗിക്കും. കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഗാർഹിക മേഖലയ്ക്ക് ലഭിക്കുന്ന വരുമാനം ഈ ചരക്കുകളും സേവനങ്ങളും വാങ്ങാൻ അവർ ഉപയോഗിക്കും. ഇത് വരുമാനത്തിൻ്റെ വൃത്താകൃതിയിലുള്ള ഒഴുക്ക് പൂർത്തിയാക്കും. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ കുറേ തൊഴിലാളികൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ആ ഫാക്ടറിക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ജോലിക്ക് നമുക്ക് കൂലി തരും. വീണ്ടും നമ്മൾ ആ വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഒരു ചക്രം പോലെ അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കില്ല. അതാണ് ചാക്രിക ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ വാടക, കൂലി, പലിശ, ലാഭം തുടങ്ങിയ ഘടകങ്ങളുടെ വരുമാനത്തിന് പകരമായി കമ്പനികൾക്ക് ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം തുടങ്ങിയ വിഭവങ്ങൾ കുടുംബങ്ങൾ നൽകുന്നു എന്നാണ് ഈ മാതൃകയിലൂടെ നമ്മൾ അനുമാനിക്കേണ്ടത്.
അതേസമയം സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. വൃത്താകൃതിയിലുള്ള ഫ്ലോ മാതൃകയിൽ കുടുംബങ്ങൾ അത്തരം നല്ല സേവനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെലവുകൾ നേടുക. കുടുംബങ്ങളാണ് വിഭവങ്ങളുടെ ഉടമകൾ. വരുമാനത്തിന് പകരമായിട്ട് അവർ ഈ വിഭവങ്ങൾ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പറഞ്ഞ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കമ്പനികളാകട്ടെ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗാർഹിക മേഖല നൽകുന്ന വിഭവങ്ങൾ ഉപയോഗിക്കും. ആ ഉപഭോഗത്തിനായിട്ട് വീട്ടുകാർ എന്ത് ചെയ്യുന്നു, വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചാക്രിക രൂപത്തിലുള്ള ഒഴുക്കിൻ്റെ രണ്ടാം ഭാഗം പൂർത്തീകരിക്കുന്ന ഉൽപ്പാദന പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് സ്ഥാപനങ്ങൾ ഈ വിഭവങ്ങൾക്ക് പണം കൊടുക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റോ വിദേശ മേഖലകളോ ഇല്ലെന്ന് 2 സെക്ടർ സർക്കുലർ ഫ്ലോ മോഡൽ അനുമാനിക്കുന്നു. ഇത് കുടുംബങ്ങളും അല്ലെങ്കിൽ ഗാർഹിക മേഖലയും സ്ഥാപനങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ ലളിതമാക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സമ്പദ് വ്യവസ്ഥയിൽ ചരക്കുകളുടെയും പണത്തിൻ്റെയും അടിസ്ഥാന ഒഴുക്ക് മനസ്സിലാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ കുടുംബങ്ങളും സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഗാർഹിക മേഖലയും സ്ഥാപനങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ ചിത്രീകരിക്കുന്നതിന് മാക്രോ ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ലളിതവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു ഉപകരണമാണ് സർക്കുലർ ഫ്ലോ മോഡൽ എന്ന് പറയുന്നത്. ഈ 2 മേഖലകൾക്കിടയിൽ വിഭവങ്ങൾ, വരുമാനം, ചരക്ക്, സേവനങ്ങൾ എന്നിവ എങ്ങനെ ഒഴുകുന്നു എന്നതിനെക്കുറിച്ച് ഇത് അടിസ്ഥാനമായ ധാരണ നൽകുന്നു. ഒരു സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചന നൽകാനും ഇതിന് കഴിയും, സർക്കുലർ ഫ്ലോ മോഡലിന് കഴിയും. ഇത്രയാണ് നമ്മളുടെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എക്കണോമിക്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക്സ്.